എന്താണ്, ആരാണ് നിയമങ്ങളുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത്? ഉത്തരം ഏതാണ്? ഉത്തരം മോണ്ടസ്ക്യൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ എന്തൊക്കെയാണ് നിയമങ്ങളുടെ ആത്മാവ് ദ സ്പിരിറ്റ്സ് ഓഫ് ലോ എന്നുള്ള പുസ്തകം എഴുതിയത് മോണ്ടസ്ക്യൂ ആണ്. ദെൻ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. ഇനി ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച ഫ്രഞ്ച് തത്വചിന്തകനും ആര് തന്നെയാണ്? മോണ്ടസ്ക്യൂ ആണ്. ഓക്കെ, അപ്പം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു എഴുത്തുകാര് അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെച്ചിരിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നുള്ളത് റൂസോയും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് വോൾട്ടയറുമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? റൂസോ, പിതാവ് വോൾട്ടയർ ആണ്. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓക്കെ, അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ആർട്ടിക്കിൾ 19 നമ്മുടെ മൗലികാവകാശത്തിൽ വരുന്നതാണ് അല്ലെ. ഏതാണ് ആർട്ടിക്കിൾ 19? സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നുള്ളതാണ്. ആ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാം, നമ്മുടെ ആശയം പ്രകടിപ്പിക്കാം. പിന്നെയോ നമുക്ക് എവിടെ വേണമെങ്കിലും സമാധാനപരമായിട്ട് സമ്മേളനം നടത്താം, നമുക്ക് സംഘടന ഉണ്ടാക്കാം, നമുക്ക് ഈ രാജ്യത്തിനകത്ത് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റിൽ ചെയ്യാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ആർട്ടിക്കിൾ 19 പറയുന്ന മൗലികാവകാശങ്ങളാണ്. ഈ മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഈ മൗലികാവകാശം നിന്നുപോയാലോ, നിങ്ങൾ സംഘടന ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ സമ്മേളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമെടുത്ത് ട്രാവൽ ചെയ്യാൻ പാടില്ല എന്നൊരു സിറ്റുവേഷൻ വരണ എപ്പോഴായിരിക്കും? ഇത്രയും കൺട്രോൾ നമ്മുടെ മേലിൽ വരുന്നത് അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ, ദാറ്റ് മീൻസ് എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴാണ് ആർട്ടിക്കിൾ 19 പറയുന്ന കാര്യങ്ങളൊക്കെ എന്താക്കുന്നത്? നിർത്തലാക്കും, റദ്ദ് ചെയ്യും. അടിയന്തരാവസ്ഥയാണ്. ഇവിടെ യുദ്ധമൊക്കെ നടക്കുകയാണ്, നമ്മൾ വീടിൻ്റെ അകത്ത് ഇരുന്നാൽ മതി, എനിക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. നിർത്താൻ പറഞ്ഞാൽ നമ്മൾ അത് അനുസരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, കാരണം അത് എമർജൻസിയാണ്. അപ്പൊ അത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്നതെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? 352, 356, 358, 359. റൈറ്റ് ആൻസർ 358 ആണ്. ആർട്ടിക്കിൾ 358 പറഞ്ഞിട്ടുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾക്ക് മേലെ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലികാവകാശങ്ങളുടെ നിരാകരണം ആർട്ടിക്കിൾ 358 അനുസരിച്ച് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ 6 മൗലികാവകാശങ്ങൾ ഇല്ലാതാകുകയാണ് നമുക്ക്. ഓക്കെ, 19 പറയുന്ന കാര്യങ്ങൾക്ക് ഇല്ലാതാകുന്ന ആർട്ടിക്കിൾ 358 അനുസരിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 358 കേട്ടോ. ആർട്ടിക്കിൾ 358 ആണ് അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് 19 വരുന്ന മൗലികാവകാശങ്ങൾ റദ്ദാക്കുന്നത്. ഓർക്കണ്ടല്ലോ, 358 ആണ്. മൗലികാവകാശത്തെ പരിഗണിക്കാതെ ഏത് നിയമവും താൽക്കാലികമായി നടപ്പിലാക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. അപ്പോൾ ഒരു അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്റെ മൗലികാവകാശമാണ്, എനിക്കിത് വേണമെന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിലൊന്നും പോകാൻ പറ്റില്ല. കാരണം അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് തന്നെ മൗലികാവകാശത്തെ പരിഗണിക്കാതെ ഏത് നിയമവും താൽക്കാലികമായിട്ട് നടപ്പിലാക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റിന് അധികാരമുണ്ട്. അതുകൊണ്ട് പൗരന്മാർക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ പരിഹരിക്കുവാൻ ഗവൺമെന്റ് ബാധ്യസ്ഥവുമല്ല. ഇപ്പം നമ്മൾ പറയില്ലേ, ചില സമയത്ത് 144 പ്രഖ്യാപിച്ചു. ഇപ്പൊ കോവിഡ് വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു, ചില റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടും അത് കേൾക്കാണ്ട് നമ്മൾ പ്രവർത്തിച്ചു. എന്തെങ്കിലും ഒരു കഷ്ടനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായാൽ അതിന് ഗവൺമെന്റ് ബാധ്യസ്ഥമല്ല എന്നാണ് പറയുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇത് നിയമപരമായിട്ട് ചോദ്യം ചെയ്യാനോ ആവില്ല. അപ്പൊ അടിയന്തരാവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് എനിക്ക് മൗലികാവകാശം നിഷേധിക്കപ്പെട്ട് ഇന്ന നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റില്ല. അത് ക്ലിയർ ആയിട്ട് ആർട്ടിക്കിൾ 358 പറയുന്നുണ്ട്. ഇത്രയും മൗലികാവകാശങ്ങളാണ് നമുക്ക് അവിടെ റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്നാൽ 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ മാത്രമേ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടുള്ളൂ. ഒരു കാര്യം ഓർക്കണം, അടിയന്തരാവസ്ഥ 3 ഉണ്ട്. ദേശീയ അടിയന്തരാവസ്ഥയുണ്ട്, സംസ്ഥാന അടിയന്തരാവസ്ഥയുണ്ട്, സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട്. ഈ സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതാണ് രാഷ്ട്രപതി ഭരണമൊക്കെ വരില്ലേ നമ്മുടെ സംസ്ഥാനത്ത്. അപ്പൊ ഏത് അടിയന്തരാവസ്ഥ വന്നാലും ഈ പറഞ്ഞ മൗലികാവകാശങ്ങൾ കളയണമെന്നൊന്നുമല്ല. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടുള്ളൂ എന്ന്. പ്രസിഡന്റ് ഭരണകാലത്തോ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലോ മൗലികാവകാശ ലംഘനം അനുവദനീയമല്ല. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങളുടെ ശരിയായ പട്ടിക തയ്യാറാക്കുക. തുമ്പിതുള്ളൽ, ഒപ്പന, പൂരക്കളി, അമ്മനാട്ടം. നമുക്ക് ഈ ഒരു ഓപ്ഷനകത്ത് വരുന്ന ആൾക്കാർ സ്ത്രീകൾ അവതരിപ്പിക്കുന്നവരുടെ കൂട്ടം മാത്രം മതി. തുമ്പിതുള്ളൽ, ഒപ്പന, പൂരക്കളി, അമ്മനാട്ടം, മുടിയാട്ടം, കൈകൊട്ടിക്കളി, ദേവകൂത്ത്, മാർഗംകളി.
മുടിയേറ്റ്, കുടംതുള്ളൽ, കോൽക്കളി, വേലകളി. പടയണി, കുമ്മാട്ടി, അമ്മനാട്ടം, കൂത്ത്. അപ്പൊ പടയണി, കുമ്മാട്ടി, അമ്മനാട്ടം, കൂത്ത്. അപ്പം ഇത് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന മാത്രമല്ല, അല്ലയോ? അപ്പൊ പടയണിയും കുമ്മാട്ടിയും ഒക്കെ എന്ത് ചെയ്യപ്പെടുന്നു? സ്ത്രീകൾ മാത്രമല്ല അവതരിപ്പിക്കുന്നത്. മുടിയേറ്റ്, കുടംതുള്ളൽ, കോൽക്കളി, വേലകളി സ്ത്രീകൾ മാത്രമല്ല അവതരിപ്പിക്കുന്നത്. തുമ്പിതുള്ളൽ, ഒപ്പന, പൂരക്കളി, അമ്മനാട്ടം സ്ത്രീകൾ മാത്രമല്ല. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി നമുക്ക് പരിഗണിക്കാം. മുടിയാട്ടം, കൈകൊട്ടിക്കളി, ദേവക്കൂത്ത്, മാർഗംകളി. നമുക്കറിയാം മാർഗംകളി കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണ് എന്ന് പറയപ്പെടുന്നത് മാർഗംകളി എന്ന് പറയപ്പെടുന്നത്. ഈ മാർഗംകളി ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ക്രിസ്തീയ വിഭാഗങ്ങളിൽ തന്നെ മാർത്തോമ വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്തീയ വിഭാഗങ്ങളിലാണ് ഏത് പ്രചാരത്തിലുള്ളത്? നമ്മളുടെ മാർഗംകളി ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തിലുള്ളത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയപ്പെടുന്നത് ദേവക്കൂത്ത്, അല്ലയോ? ദേവക്കൂത്ത് എന്ന് പറയപ്പെടുന്നത് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഏക തെയ്യത്തിന്റെ രൂപമാണ് എന്ന് പറയപ്പെടുന്നത് ദേവക്കൂത്ത് എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ, അല്ലയോ, പഴയങ്ങാടി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, മനസ്സിലായല്ലോ, തെക്കുംപാട് കുലോം എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. എന്താണ് ക്ഷേത്രത്തിന്റെ പേര്? തെക്കുംപാട് കുലോം എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. 2 വർഷത്തിലൊരിക്കൽ അവിടെ എന്ത് അരങ്ങേറാറുണ്ട്? ദേവക്കൂത്ത് അരങ്ങേറാറുണ്ട്. അതുപോലെ തന്നെ കൈകൊട്ടിക്കളി, മനസ്സിലായല്ലോ, കൈകൊട്ടിക്കളി എന്ന് പറയപ്പെടുന്നത്. ഇപ്പൊ തിരുവാതിര, കൈകൊട്ടിക്കളി ഇവയൊക്കെ എന്താണ്? ചെറിയ വ്യത്യാസങ്ങളിലൂടെയാണ് എങ്കിലും ഒരേ തീമും ഒരേ കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ തന്നെ തിരുവാതിര എന്ന് വിളിക്കുന്നു, ചില സ്ഥലങ്ങളിൽ കൈകൊട്ടിക്കളി എന്ന് വിളിക്കുന്നു, കുമ്മിയടിക്കളി എന്ന് വിളിക്കുന്നതുണ്ട്, അല്ലയോ? അതുപോലെ തന്നെ മുടിയാട്ടം, അല്ലയോ? വടക്കൻ കേരളത്തിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് മുടിയാട്ടം എന്ന് പറയപ്പെടുന്നത്. നീലിയാട്ടം എന്നും വിളിക്കാറുണ്ട്. എന്തിനെയാണ് വിളിക്കാറുള്ളത്? നീലിയാട്ടം എന്ന് വിളിക്കാറുണ്ട്. ദൈവസ്തുതിപരമായിട്ടുള്ള പാട്ടുകൾ പാടുക, ദൈവത്തെ ശരീരത്തിലേക്ക് ആകർഷിക്കുക, ആവാഹിക്കുക എന്നൊക്കെയുള്ള മുടിയാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം ഈ ആ ഒരു കലാരൂപത്തിന്റെ ഒരു തീം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനകത്ത് നിന്ന് പൂർണ്ണമായും സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങൾ സ്ത്രീകളെ മാത്രം ഒന്ന് പ്ലേസ് ചെയ്താൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇതിനകത്ത് ദേവക്കൂത്ത് ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന തെയ്യമാണ് ദേവക്കൂത്ത് എന്ന് പറയപ്പെടുന്നത്. ദേവക്കൂത്ത് പ്രചാരത്തിലുള്ളത് കണ്ണൂരാണ്. മനസ്സിലായാലോ? കണ്ണൂരിലെ പഴയങ്ങാടി, അതുപോലെ ക്ഷേത്രത്തിന്റെ പേരെന്താണ്? തെക്കുംപാട്ട് കുലോം ക്ഷേത്രത്തിലാണ് ഈ ഒരു ആചാരം നിലവിലുള്ളത്, അല്ലെ? ഓക്കെ. അപ്പൊ ആചാരത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ താഴെ ഒന്ന് കമന്റ് ചെയ്താലും വളരെ നല്ലതായിരിക്കും, അല്ലയോ? ദേവക്കൂത്ത് കാണാത്ത കൂട്ടുകാർക്ക് അതെന്തായിരിക്കും? ഒരു പുതിയ അറിവും കൂടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയും കൂടെ എന്ത് ചെയ്യപ്പെടുക? ദേവക്കൂത്ത് കണ്ടിട്ടുള്ള കൂട്ടുകാർ, കണ്ണൂർ ജില്ലയിലുള്ള കൂട്ടുകാരൊക്കെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യപ്പെടുക? ആ കലാരൂപത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്കും എല്ലാവർക്കും, ക്ലാസ് കാണുന്ന കൂട്ടുകാർക്കും, ദേവക്കൂത്ത് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയ്ക്ക് ഇപ്പുറത്തുള്ള തെക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലുള്ള ആൾക്കാർക്കും അതെന്തായിരിക്കും? പുതിയൊരു അറിവായിരിക്കും, അല്ലെ? ഒരു മനുഷ്യ പുരുഷനിൽ ഒരു സാധാരണ ബീജത്തിൽ ഓട്ടോസോമും ഡാഷും അടങ്ങിയിരിക്കുന്നു. അപ്പോ ഇതില് നമുക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷ ബീജത്തിൽ നിന്നാണ് കേട്ടോ, സ്പേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ നോക്കുക. XY ക്രോമസോമുകൾ, ഒന്നുകിൽ X അല്ലെങ്കിൽ Y ക്രോമസോം, 2 X ക്രോമസോം, 2 Y ക്രോമസോം. ഇപ്പൊ നമുക്ക് തോന്നുമ്പോൾ, പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നുണ്ട്, XY ക്രോമസോം, അല്ലെ? പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവരുടെ സെക്സ് ലിങ്ക്ഡ് ക്രോമസോം എന്തായിരിക്കും? XY ആണ്. നോർമലി നമുക്ക് അറിയാവുന്ന കേസാണ്, അല്ലെ? പക്ഷെ ആൻസർ ഇവിടെ വന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ബോഡിയിലായിരുന്നു നമുക്ക് എന്ത് കാണാം? നമുക്ക് 46 ക്രോമസോം ആണുള്ളത്. ഈ 46 ക്രോമസോമില് നമുക്ക് 44 എണ്ണം എന്താ നമ്മൾ പറയാ? ഓട്ടോസോംസ് ആണ് നമ്മൾ പറയുന്നത്. ഓട്ടോസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോംസ് ആണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ. ബാക്കി ഒരു ജോഡി അല്ലെങ്കിൽ 2 എണ്ണം നമുക്ക് എന്താണ്? അല്ലോസോംസ് പറയാം. അല്ലോസോംസ് അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോംസ് അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ് ക്രോമസോംസ്, അങ്ങനെയുള്ള പേരുകളിലേക്ക് നമുക്ക് ഈ 2 ക്രോമസോംസിനെ പറയാം. ഇങ്ങനെയാണ് 44 + 2 നമുക്ക് 46 നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ളത്. ഓക്കെ. ഇനി അത് സ്ത്രീകളിലാണെങ്കിൽ 44 + XX കണ്ടീഷനിലും, പുരുഷന്മാരിലാണെങ്കിൽ 44 + XY കണ്ടീഷനിലുമായിരിക്കും നോർമലി കാണുന്നത്. ഇനി ബീജത്തിന്റെ കേസ് എടുത്താലോ, നേരെ പകുതി ആയിരിക്കും എപ്പോഴും ബീജത്തിലേക്ക് കാണുന്നത്. പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 22 + X or 22
പ്ലസ് എക്സ് ആയിരിക്കും ഒരു സ്ത്രീയുടെ അണ്ടത്തിൽ കാണുന്ന ക്രോമസോമിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പകുതിയെ കൊടുക്കുള്ളൂ. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പകുതി സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. എങ്കിലല്ലേ 23 + 23 46 ആകുള്ളൂ. രണ്ടുപേരും 46 വെച്ച് കൊടുക്കുവാണെങ്കിൽ ക്രോമസോം നമ്പർ കൂടില്ലേ? സോ നേരെ പകുതിയെ കൊടുക്കുള്ളൂ. അപ്പൊ അമ്മയാണ് കൊടുക്കുന്നതെങ്കിൽ 22 പ്ലസ് ഒരു എക്സ് ക്രോമസോം, ലിംഗനിർണയ ക്രോമസോം, ഓർ 22 പ്ലസ് എക്സ് ആയിരിക്കും കൊടുക്കുന്നത്. കാരണം അമ്മയ്ക്ക് 2 എക്സ് ആണല്ലോ ഉള്ളത്. ഇനി അച്ഛന്റെ കേസ് ആണെങ്കിൽ 22 പ്ലസ് ഒന്നുകിൽ ആ ബീജത്തിൽ എക്സ് ക്രോമസോം ആയിരിക്കാം കാണുന്നത്, അതുമല്ലെങ്കിൽ മറ്റൊരു ബീജത്തില് 22 പ്ലസ് വൈ ക്രോമസോം ആയിരിക്കാം കാണുന്നത്. ചാൻസസ് ആണ്. എക്സ് ഓർ വൈ അച്ഛനുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എക്സും വൈയും അച്ഛനുള്ളത് കൊണ്ട് ഒന്നുകിൽ ഇവർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ എക്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ വൈ ആയിട്ട് വരാം. അച്ഛന്റെ എക്സും അമ്മയുടെ എക്സും ആണ് കൂടി ചേർന്നെങ്കിൽ ഉണ്ടാകുന്ന കുട്ടി പെണ്ണും, അച്ഛന്റെ വൈ ക്രോമസോമും അമ്മയുടെ എക്സ് ക്രോമസോമും ആണ് കൂടി ചേർന്നെങ്കിൽ ഉണ്ടാകുന്ന കുട്ടി ആൺകുട്ടി ആയിരിക്കും. അപ്പൊ എക്സ് എക്സ് ആണെങ്കിൽ പെൺകുട്ടിയും എക്സ് വൈ ആണെങ്കിൽ ആൺകുട്ടിയുമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. ബീജത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ബീജത്തില് 22 ഓട്ടോസോംസ് ഉണ്ട്. പ്ലസ് ഒന്നുകിൽ എക്സോ ഓർ ഒന്നുകിൽ വൈയോ ആയിരിക്കാം അതിൽ ഉണ്ടാവുന്നത്. ചോദ്യം വായിച്ചു നോക്കാം. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലോഞ്ചിറ്റ്യൂഡ്സ് ഇസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നറിയപ്പെടുന്ന ലോഞ്ചിറ്റ്യൂഡ് ഏതാണ്? ഇതിൽ 69 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ്, 75 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ്, 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ്, 90 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ്. ഉത്തരം കിട്ടിയോ? ഏതാണ് ആൻസർ എന്ന് കിട്ടിയോ? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏതാണ്? ഇന്ത്യയുടെ എന്നാ ചോദിച്ചേക്കുന്നത്, വേറെ രാജ്യത്തിൻ്റെ ഒന്നുമല്ല. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. കുറച്ചെങ്കിലും പേർക്ക് ഇതറിയാമായിരിക്കും, കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷൻ വന്ന് കാണും ഇതിനകത്ത് ഓപ്ഷൻസ് കാണുമ്പോൾ. കുറച്ച് പേർക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റുമായിരിക്കും അല്ലേ? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ്. ചിലരെങ്കിലും ഇങ്ങനെയായിരിക്കും പഠിച്ചു വെച്ചേക്കുന്നത്, 82.5 ഡിഗ്രി ഈസ്റ്റ് എന്നായിരിക്കും പഠിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. ശരിയാണ്, രണ്ട് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിഗ്രികൾക്ക് അല്ലെങ്കിൽ 2 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സിനിടയ്ക്ക് 60 മിനിറ്റ്സുകളുണ്ട്, 60 മിനിറ്റ്സുകളുണ്ട്. അതിൽ 30ാമത്തെ മിനിറ്റിനെ നമുക്കൊരു ഹാഫ്, പകുതി എന്ന് വേണമെങ്കിൽ പറയാം. 60 മിനിറ്റിൽ 30ാമത്തെ മിനിറ്റ് എന്ന് പറയുമ്പോൾ ആ 2 ലോഞ്ചിറ്റ്യൂഡ്സിനിടയ്ക്കുള്ള കൃത്യം പകുതി വരെ ആയിരിക്കും, അല്ലെങ്കിൽ പകുതി കൃത്യം നടുക്കുള്ള അക്ഷാംശമായിരിക്കും. അങ്ങനെയാണ് ഈ 82.5 ഡിഗ്രീനെ നമ്മൾ ഈ 82 ഡിഗ്രി 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നതിനെ വിളിക്കാൻ കാരണം എന്താണ്? അപ്പോൾ ആദ്യം തന്നെ എന്താണ് ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഗ്ലോബിൽ നമുക്കിവിടെ ഒരു എന്താണ്, ഈ ഒരു വടക്ക് ഭാഗത്ത് നോർത്ത് സൈഡിൽ നമുക്കൊരു പോളുണ്ട്, താഴെ തെക്ക് വശത്ത് നമുക്കൊരു പോളുണ്ട്. നോർത്ത് പോളും സൗത്ത് പോളും അറിയാമല്ലോ. ഈ പോൾസിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വൃത്തം വരച്ചാൽ ഇതുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഈ താഴത്തെ പോൾ വരെ കണ്ടോ, ഇങ്ങനെ തുടങ്ങി താഴെ ഈ താഴത്തെ ധ്രുവം വരെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഹാഫ് സർക്കിൾ കണ്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ തന്നെ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് വരയ്ക്കുകയും ചെയ്യാം. ഈ ഒരു കംപ്ലീറ്റ് സർക്കിളാക്കി നമുക്ക് ഇതിനെ വരയ്ക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു സർക്കിൾ എടുക്കുക, ഈ ഒരു വര ഒരു ഭാഗം മാത്രം എടുക്കാം. ഇത് നമുക്ക് ഒരു ലോഞ്ചിറ്റ്യൂഡായിട്ട് പറയാം. കംപ്ലീറ്റ് ഈ ഒരു സർക്കിൾ മൊത്തമല്ല, ഒരു ഹാഫ് സർക്കിൾ വരുന്ന ഈ ഒരു ലൈൻ നമുക്ക് ഒരു ലോഞ്ചിറ്റ്യൂഡ് എടുക്കാം. ഇതിന് പുറകെ വരുന്നത് മറ്റൊരു ലോഞ്ചിറ്റ്യൂഡാണ്. ഓക്കെ, നോക്കുക, ഭൂമിയുടെ ഏകദേശം മധ്യത്തൂടെ കടന്നു പോകുന്ന ഈ ലോഞ്ചിറ്റ്യൂഡ് കണ്ടോ, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഇത് നമ്മൾ 0 ഡിഗ്രി ആയിട്ട് കണക്കാക്കുന്നു. ഏകദേശം മധ്യത്തൂടെ കടന്നു പോകുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈം മെറിഡിയൻ. ഇത് കടന്നു പോകുന്നത് കണ്ടോ, ഇവിടെ മാപ്പിനകത്ത് കുറച്ച് നിങ്ങൾക്ക് കാണാം, ഒരു ലൈറ്റ് മാപ്പാണ്. യൂറോപ്പിൽ നമ്മുടെ ലണ്ടനിൽ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തൂടെ, പിന്നെ അതിനുശേഷം ഇത് ആഫ്രിക്കയിലൂടെയാണ് കടന്നു പോകുന്നത് കണ്ടോ, ആഫ്രിക്കയിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ഇത് താഴത്തെ അറ്റ്ലാന്റിക് ഓഷനിലൂടെ കടന്നു പോകുന്നത് കണ്ടോ. ആഫ്രിക്കയിൽ മെയിൻലാൻഡിലൂടെ കടന്നു പോയതിനു ശേഷം യൂറോപ്പിൽ നിന്ന് ആഫ്രിക്ക, പിന്നെ മെയിൻലാൻഡ്, പിന്നെ അറ്റ്ലാന്റിക് ഓഷൻ, ഇത്ര സ്ഥലങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നുള്ളൂ. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കണ്ട, അത് വേറെ ഒരു ഇതുണ്ട്. ഈ ബാക്ക് സൈഡ് വരുന്നത് 0 ഡിഗ്രി നേരെ ബാക്ക് സൈഡിലേക്ക് വരയ്ക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് വേറെ ലോഞ്ചിറ്റ്യൂഡാണ്. അത് 180 ഡിഗ്രിയാണ് വരുന്നത്. 0 ഡിഗ്രിക്ക് നേരെ ബാക്ക് സൈഡിൽ പോകുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഹാഫ് സർക്കിൾ ഭാഗത്ത് വരയ്ക്കുന്ന ഈ ഒരു ലോഞ്ചിറ്റ്യൂഡാണ് നമ്മുടെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഇതിന് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ മറ്റൊരു പേര് ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ സമയം നിർണ്ണയിക്കുന്നത് ഈ ഗ്രീൻവിച്ച് മെറിഡിയനിലെ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയ. ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നറിയപ്പെടുന്ന ലോഞ്ചിറ്റ്യൂഡിൽ ഉണ്ടോ
ഇങ്ങോട്ട് ഏത് സമയമാണ് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിൽ ഏത് സമയമാണ് 0 ഡിഗ്രിയിൽ ഏത് സമയമാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരുടെ സമയം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ടൈം സോണുകളുണ്ട്, ലോകരാജ്യങ്ങൾക്ക് ടൈം സോണുകളുണ്ട്. ഈ 7.5യുടെ ഗുണിതങ്ങളാണ് മൾട്ടിപ്പിൾസ് ആണ് ഈ ടൈം സോൺ ആയിട്ട് എല്ലാ രാജ്യങ്ങളും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓരോ രാജ്യങ്ങളും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു 7.5യുടെ ഗുണിതമായിരിക്കും. ഇപ്പോൾ 7 ഡിഗ്രി അല്ലെങ്കിൽ 30 മിനിറ്റിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ലോകരാജ്യങ്ങൾ അവരുടെ ടൈം സോൺ ആയിട്ട് എടുത്തിട്ടുള്ളത്. ചില രാജ്യങ്ങൾക്ക് കൂടുതൽ ടൈം സോൺ വേണ്ടി വരും, കാരണം വീതി കൂടിയ രാജ്യങ്ങൾക്ക് കൂടുതൽ ടൈം സോൺ വേണ്ടി വരും. ചില രാജ്യങ്ങൾക്ക് ഒരു ടൈം സോൺ മതിയാവും. ഒരു ടൈം സോൺ തന്നെ പല രാജ്യങ്ങൾ ചിലപ്പോൾ ഷെയർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഓരോ ടൈം സോൺ വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ എണ്ണം ടൈം സോണുകൾക്ക് പറയേണ്ടി വരും. ഒരു ടൈം സോൺ തന്നെ ഇപ്പോൾ 7.5യുടെ ഒരു ഗുണിതം എടുക്കുക, നമ്മൾ 15 ഡിഗ്രി എന്നുള്ള എടുക്കുക. 7.5യുടെ ഗുണിതമാണല്ലോ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഇത് ചിലപ്പോൾ 10, 20, 30 രാജ്യങ്ങൾക്ക് ഇതേ ടൈം സോൺ തന്നെ ആയിരിക്കും. കാരണം ആ ഭാഗത്ത് കുറേ രാജ്യങ്ങൾ, ഇവിടെ ഒരു ഇത് കടന്നു പോകുന്ന സ്ഥലത്ത് ഇവിടെ ഒരു രാജ്യം കാണും, ഇവിടെ ഒരു രാജ്യം കാണും, ഇവിടെ ഒരു രാജ്യം കാണും. ഇത് കടന്നു പോകുന്നത് ഇവിടെ ഈ 0 ഡിഗ്രി തന്നെ കടന്നു പോകുന്നത് ഈ യൂറോപ്പിലെ കുറച്ച്, നമ്മുടെ ഈ ലണ്ടനിലൂടെ, അതുപോലെ ആഫ്രിക്കയിലെ കുറേ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ടൈം സോൺ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം ഒരു 10, 12 രാജ്യങ്ങളുടെ ടൈം സോൺ ചിലപ്പോൾ ഈ 0 ആയിരിക്കാം. അതേപോലെ ധാരാളം രാജ്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടൈം സോൺ തന്നെ അവർ എടുത്തുനിന്ന് വരാം. ഒരു ലോഞ്ചിറ്റ്യൂഡ് തന്നെ ധാരാളം രാജ്യങ്ങൾ അവരുടെ ടൈം സോൺ എടുത്തുനിന്ന് വരാം. മനസ്സിലായോ? അതായിരിക്കും അതാത് രാജ്യങ്ങളുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അവർ ഏത് ലോഞ്ചിറ്റ്യൂഡാണോ അവരുടെ ടൈം സോണിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതായിരിക്കും അവരുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഇപ്പോൾ 0 ഡിഗ്രി, ഇപ്പം ഈ ആഫ്രിക്കയിൽ ഈ ലണ്ടനെ സംബന്ധിച്ച് അവരുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈ 0 ഡിഗ്രിയാണ്. ആഫ്രിക്കയിൽ ഇത് കടന്നു പോകുന്ന പ്രദേശങ്ങളെല്ലാം അവരുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ചിലപ്പോൾ ഈ 0 ഡിഗ്രി ആയിരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 7.5യുടെ ഗുണിതങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 24 ടൈം സോണാണ് ലോകത്തുള്ളത്. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഓരോ ടൈം സോൺ ഇല്ല, ഒരു ടൈം സോൺ തന്നെ പലരും ഷെയർ ചെയ്യും. അങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോൾ 24 ടൈം സോൺസാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ടൈം സോൺ ഉള്ള രാജ്യം ഫ്രാൻസ് ആണ്. ഏറ്റവും വീതി കൂടുതൽ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ റഷ്യ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ടൈം സോൺ ഉള്ളത് ഫ്രാൻസിലാണ്. അതിൻ്റെ കാരണം അവരുടെ ടെറിട്ടറീസ്, അവരുടെ കോളനീസ് ഒക്കെ പലയിടത്തായിട്ട് ഇപ്പോൾ കിടപ്പുണ്ട്. ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യം ഭരിക്കുന്ന പല പ്രദേശങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അപ്പോൾ അവരുടെ ലോകത്തുള്ള അവരുടെ ദ്വീപുകൾ ഉൾപ്പെടെയുള്ള പല ടെറിട്ടറീസും കൂടെ ചേർത്തിട്ടാണ് ഈ പറഞ്ഞ അവർക്ക് കൂടുതൽ ടൈം സോൺ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? 2ാം സ്ഥാനത്തെ റഷ്യ വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സോൺ ഉള്ള രാജ്യം എന്ന് ചോദിക്കുമ്പോൾ അത് ഏതാണ്? ഫ്രാൻസ് ആണ് പറയേണ്ടത്. അപ്പോൾ ടോട്ടൽ ടൈം സോൺ എത്രയാണ്? 24. ഇന്ത്യ ഒരെണ്ണം മാത്രമേ നമ്മുടെ ടൈം സോൺ ആയിട്ട്, ഒരു ലോഞ്ചിറ്റ്യൂഡ് മാത്രമേ നമ്മുടെ ടൈം സോൺ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് ഒരു ടൈം സോണേ ഉള്ളൂ. ഇന്ത്യക്ക് ഒരു ടൈം സോണേ ഉള്ളൂ. ഒരു ലോഞ്ചിറ്റ്യൂഡ്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് നമ്മളെ ടൈം സോൺ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടൈം സോണേ ഉള്ളൂ ഇന്ത്യ എന്ന രാജ്യത്തിന്. അതാണ് 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 82.5 ഡിഗ്രി ഈസ്റ്റ് IST ലോഞ്ചിറ്റ്യൂഡ് എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലോഞ്ചിറ്റ്യൂഡ്, IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലോഞ്ചിറ്റ്യൂഡ്, അല്ലെങ്കിൽ 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇത് കടന്നു പോകുന്നത് നിങ്ങൾ കണ്ടോ? ഈ ഒരു നീല വരയാണ്. ഈ നീല വര ഉത്തർപ്രദേശ് ഉണ്ട്, പിന്നെ ഇത് വരുന്നുണ്ട്, മധ്യപ്രദേശ് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, പിന്നെ ഛത്തീസ്ഗഡ് വരുന്നുണ്ട്, ഒഡീഷ വരുന്നുണ്ട്, പിന്നെ കണ്ടോ ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്. 5 സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു പോർഷൻ ഇവിടെ ഉത്തർപ്രദേശിലെ അലഹബാദ് എന്നറിയപ്പെടുന്ന ജില്ലയിലെ മിർസാപൂർ എന്ന സ്ഥലത്ത് ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ഈ ലോഞ്ചിറ്റ്യൂഡിനിൽ ഏത് സമയമാണ് ഈ ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ ലോഞ്ചിറ്റ്യൂഡിലെ സമയം ഏതാണെന്ന് ഈ ക്ലോക്ക് ടവറിൽ കൃത്യമായിട്ട് കാണിക്കും. ഈ ലോഞ്ചിറ്റ്യൂഡിലെ സമയം അതായിരിക്കണം ഇന്ത്യയുടെ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെയും, അല്ലേ? അതായത് ഈസ്റ്റ് വെസ്റ്റിൽ 2 എക്സ്ട്രീമിലും നമ്മുടെ നോർത്ത് സൗത്തിലെ എക്സ്ട്രീംസിലും ഈ ഒരു ടൈം സോൺ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു ടൈം സോണിലെ സമയമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. വേറെ ഒരു ടൈം സോണിലെ സമയം എടുക്കരുത്. നമ്മൾ ഈ ഒരു ടൈം സോണിൽ, അല്ലെങ്കിൽ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനിൽ ഏത് സമയമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്ലോക്ക് ടവറിൽ ഏത് സമയമാണ് കാണിക്കുന്നത്, അതായിരിക്കണം നമ്മുടെ ഔദ്യോഗിക സമയം. അതാണ് എപ്പോഴും പറയാറില്ലേ, ഈ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്ന സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം എന്ന് ചോദിച്ചാൽ മിർസാപൂരാണ്, അല്ലെങ്കിൽ അലഹബാദാണ്. ക്ലിയർ അല്ലേ? നോക്കുക, നമ്മൾ കുറച്ച് ദൂരെയാണ്. ഈ 0 ഡിഗ്രിയിൽ നിന്ന് കണ്ടോ, 0 ഡിഗ്രി ഇവിടെയാണ്. നമ്മൾ വരുന്ന ഏകദേശം ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നത്, ഇന്ത്യ വരുന്ന ഇവിടെയൊക്കെയാണ്. അത് 0 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ കുറേ അകലെയാണ്. ഇന്ത്യയുടെ ഈ 82.5 ഡിഗ്രി എന്ന് പറയുന്നത് 0 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ കുറേ അകലെയാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് നമ്മൾ തമ്മിൽ വരുന്നത്. അതായത് ഓരോ രേഖാംശകർ 2 ലോഞ്ചിറ്റ്യൂഡിന് തമ്മിലുള്ള, ഇപ്പോൾ ഇത് 0 ഡിഗ്രി ആയും ഇത് 1 ഡിഗ്രി ആയിട്ട് എടുത്തു, ഇത് 0 ഡിഗ്രി, ഇത് 1 ഡിഗ്രി, ഇവർ തമ്മിലുള്ള വ്യത്യാസം 4 മിനിറ്റ് ആയിരിക്കും. ഇനി 2 ഡിഗ്രി എടുക്കാം. അപ്പോൾ 4 + 4 8 മിനിറ്റ് ആയി. 0യിൽ നിന്ന് ഇവിടം വരെ 8 മിനിറ്റ്. ഇനി 0യിൽ നിന്ന് അടുത്ത ലൈൻ
4 കഴിഞ്ഞു 8 കഴിഞ്ഞു. ഇപ്പോൾ 0യിൽ നിന്ന് ഈ ലൈനിലേക്ക് വരുമ്പോൾ 4, 8, 12 മിനിറ്റിന്റെ വ്യത്യാസം വന്നു. അങ്ങനെ വരുമ്പോൾ 0യിൽ നിന്ന് 82.5 വരെ എത്ര മണിക്കൂറിന്റെ വ്യത്യാസം വരും? കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളല്ലോ. ഓരോ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമല്ലേ. അപ്പോൾ 82.5 ഗുണം 4 എത്ര വന്നു? 82.5 ഗുണം 4 330 മിനിറ്റ് വ്യത്യാസം വന്നു കേട്ടോ. 0യിൽ നിന്ന് 1 ഡിഗ്രിയിലേക്ക്, ഇതായിരുന്നു 1 ഡിഗ്രി, 4 മിനിറ്റ് ഉണ്ടായിരുന്നു. 2 ഡിഗ്രി ആയപ്പോൾ 0യിൽ നിന്ന് ഈ 4 കൂട്ടി 8, 3 ഡിഗ്രി ആയപ്പോൾ 12, 4 ഡിഗ്രി ആയപ്പോൾ 16, അങ്ങനെ കൂട്ടി വരുമ്പോൾ 82 ആകുമ്പോൾ 82 ഗുണം 4 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 330 മിനിറ്റ് എന്ന് കിട്ടും. അതിനെ മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ 5 മണിക്കൂർ 30 മിനിറ്റ് എന്ന് കിട്ടും. അതായത് ഗ്രീൻവിച്ച് മെറീഡിയൻ കടന്നു പോകുന്ന ഈ 0 ഡിഗ്രി കടന്നു പോകുന്ന 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്ന പ്രദേശവും നമ്മുടെ ഇന്ത്യയിലെ 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്ന പ്രദേശവും തമ്മിൽ 5.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ 10 മണിയാണെങ്കിൽ, മോർണിംഗ് 10 മണിയാണെങ്കിൽ നമുക്കിവിടെ 5.5 മണിക്കൂറോടെ കൂടി 3:30 PM ആയിരിക്കും. ഉച്ച കഴിഞ്ഞ് 3:30 മണിയായിരിക്കും ഇന്ത്യയിലെ സമയം. ക്ലിയർ അല്ലേ? അപ്പോൾ ലോഞ്ചിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് പറയാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഈ സ്റ്റാൻഡേർഡ് മെറീഡിയനുമായി ബന്ധപ്പെട്ട് പറയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. 2 ലോഞ്ചിറ്റ്യൂഡ്സിന് ഇടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ നമ്മുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം പറഞ്ഞ 5 എണ്ണം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം മിർസാപൂര എന്ന് പറഞ്ഞു. ക്ലിയർ? അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? എത്രയുടെ ഗുണിതങ്ങളാണ്? ടൈം സോണായിട്ട് സെലക്ട് ചെയ്യുന്ന 7.5യുടെ ഗുണിതങ്ങളാണ്, അല്ലെങ്കിൽ 7 ഡിഗ്രി 30 മിനിറ്റിന്റെ ഗുണിതങ്ങളാണെന്ന് പറഞ്ഞു. ഈ 0 ഡിഗ്രിയെ പറ്റി പറഞ്ഞു. പ്രൈം മെറീഡിയൻ, ഇതാണ് പ്രൈം മെറീഡിയൻ. 0 ഡിഗ്രിയുടെ ബാക്കിൽ വരുന്നതാണ്. ഇതിന്റെ തൊട്ട് പുറകിൽ വരുന്ന ലോഞ്ചിറ്റ്യൂഡാണ് 180 ഡിഗ്രി. അതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്ന ലോഞ്ചിറ്റ്യൂഡ്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ 180 ഡിഗ്രി കേട്ടോ. 0 ഡിഗ്രി പ്രൈം മെറീഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറീഡിയൻ എന്നറിയപ്പെടുന്നു. ഇത് കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞ ആഫ്രിക്ക, യൂറോപ്പ്, അറ്റ്ലാന്റിക് ഓഷ്യൻ കേട്ടോ. ആഫ്രിക്ക, യൂറോപ്പ്, അറ്റ്ലാന്റിക് ഓഷ്യൻ, പിന്നെ ഈ അന്റാർട്ടിക്കൻ റീജിയൻ വരുന്നുണ്ട്, അന്റാർട്ടിക്കയുടെ ഭാഗങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മെറിഡിയനുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. Question: Which among the following elements have the highest metallic character? ഈ തന്നിരിക്കുന്നതില് ഏത് എലമെന്റിനാണ് ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത്, ലോഹ സ്വഭാവം കൂടുതലുള്ളത് ഏതിന് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോഡിയം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ലിഥിയം ഉണ്ട്, റുബീഡിയം ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 4 എലമെന്റ്സിന്റെയും പ്രത്യേകത എന്താ? ഇവർ ഏത് ഗ്രൂപ്പിൽ വരുന്നവരാ? ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന നമ്മുടെ ആൽക്കലി ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് ആണ് അല്ലെ ഈ തന്നിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഗ്രൂപ്പ് 1 പഠിക്കും, ഗ്രൂപ്പ് 2 പഠിക്കും, അതേപോലെ 18, 17 ഹാലജനുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകതയുള്ള നമ്മുടെ കുറച്ച് ഗ്രൂപ്പുകൾ, ഫസ്റ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ 16, 17, 18 ഗ്രൂപ്പുകളൊക്കെ എലമെന്റുകളെ നമ്മൾ അതേ ഓർഡറിൽ താഴേക്ക് നമ്മൾ പഠിച്ചു വെക്കണം. അവരുടെ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. കാരണം അങ്ങനെ ഓർഡറിൽ പഠിച്ചാൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് ആർക്കായിരിക്കും? അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മെറ്റാലിക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോഹ സ്വഭാവം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ് ഇത് ലോഹ സ്വഭാവം എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ അവര് ഇലക്ട്രോ പോസിറ്റീവ് ആണെന്ന് പറയും അല്ലെ. അപ്പൊ ഇലക്ട്രോ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ മെറ്റാലിക് ആണ്, ലോഹ സ്വഭാവം കാണിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഇവർക്കൊക്കെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പൊ പീരിയോഡിക് ട്രെൻഡുകളെ കുറിച്ച് നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് പീരിയോഡിക് ട്രെൻഡുകൾ പഠിച്ചു വെക്കണം. അതായത് നമ്മുടെ പീരീഡില് വലത്തേക്ക് പോകുമ്പോൾ ലോഹ സ്വഭാവം കൂടുകയാണോ, അലോഹ സ്വഭാവം എങ്ങനെയാണ്, ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെയാണ് മാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ലോഹ സ്വഭാവം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഗ്രൂപ്പിലല്ലേ, ഗ്രൂപ്പിൽ താഴേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മൂലകങ്ങളെ പഠിച്ചു വെക്കണം. അപ്പൊ അതില് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും നമ്മുടെ ലോഹ സ്വഭാവം അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുമെന്നാണോ കുറയുമെന്നാണോ പറഞ്ഞിട്ടാണോ നമ്മൾ പഠിക്കുക? ഓർത്ത് വെക്കണം, ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് ലോഹ സ്വഭാവം എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ കൂടി വരികയാണ് നമുക്ക് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ ലോഹ സ്വഭാവം എന്ന് പറയുന്നത് കൂടി വരും. സോ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ പീരീഡില് വലത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ലോഹ സ്വഭാവം എന്ത് ചെയ്യും, അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കുറയുകയായിരിക്കും
ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അപ്പൊ ഓർത്ത് വെക്കണം, ലോഹ സ്വഭാവം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും, മെറ്റാലിക് ക്യാരക്ടർ കൂടും. അതേസമയം നമ്മൾ പീരീഡിൽ വലത്തേക്ക് പോകുന്നതിനനുസരിച്ച്, റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരും എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ, സോ അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും താഴെ, ഈ 4 പേരിൽ ഏറ്റവും താഴെ വരുന്ന ആൾക്കാണ് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഏറ്റവും താഴെ വരുന്നത് ആരാണ്? നമ്മുടെ റുബീഡിയം അല്ലെ. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരികയാണ്. അപ്പൊ താഴേക്ക് വരുന്നതിനനുസരിച്ചാണ് ഇവരുടെ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് മെറ്റാലിക് ക്യാരക്ടർ കൂടിയിരിക്കുന്നത് ആർക്കാ? റുബീഡിയം ആണ്, ഓർത്ത് വെക്കണം. അപ്പൊ ഇവിടെ മെറ്റാലിക് ക്യാരക്ടർ ഈ ഓരോ പ്രോപ്പർട്ടീസിന്റെയും പീരിയോഡിക് ട്രെൻഡ് എങ്ങനെയാണ്, ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയാണെന്ന് പഠിക്കണം. പ്ലസ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള നമ്മുടെ ഗ്രൂപ്പുകള് ഓരോ എലമെന്റുകളും അതേ ഓർഡറിലും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള മെറ്റാലിക് ക്യാരക്ടേഴ്സ് ആ പീരിയോഡിക് ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് പീരീഡിൽ വലത്തേക്ക് പോകുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ ലോഹ സ്വഭാവം കുറഞ്ഞു വരും. അതിന് തിരിച്ച് നമുക്ക് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് ലോഹ സ്വഭാവം കൂടി വരും എന്ന് പറഞ്ഞു അല്ലെ, മെറ്റാലിക് ക്യാരക്ടർ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത്, ആറ്റത്തിന്റെ സൈസ് എങ്ങനെയാണ്? പീരീഡില് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് സൈസ് ഓഫ് ദി ആറ്റം കുറഞ്ഞു വരും. അതേസമയം നേരെ മറിച്ച് നമ്മൾ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഓർക്കണം. പൊതുവെ എങ്ങനെയാണ്? ഗ്രൂപ്പിൽ നമുക്ക് കൂടുവാണെന്നുണ്ടെങ്കിൽ പീരീഡിൽ നമുക്ക് കുറഞ്ഞായിരിക്കും വരുന്നുണ്ടാവുക ജനറലി. സോ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ഓർക്കുക, മെറ്റാലിക് ക്യാരക്ടറും അറ്റോമിക് സൈസും. അതേപോലെ തന്നെ ഇലക്ട്രോ പോസിറ്റീവ്, നമ്മൾ പറഞ്ഞു ഇലക്ട്രോ പോസിറ്റീവ് ആണ്, മെറ്റാലിക് നേച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിട്ടുള്ള ടെൻഡൻസിയാണ്. സോ അപ്പൊ അതും എന്ത് തന്നെയാണ്? നമുക്ക് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാലും എന്ത് തന്നെയാണ്? അത് ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അക്രോസ് ദ പീരീഡ് നമുക്ക് വലത്തേക്ക് പോകുന്നതിനനുസരിച്ച് ആ ഒരു എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി നമുക്ക് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ കൂടുന്നതും പീരീഡിൽ വലത്തേക്ക് പോകുന്നതോറും കുറഞ്ഞതുമായിട്ടുള്ള നമ്മുടെ പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? മെറ്റാലിക് ക്യാരക്ടർ, ഇലക്ട്രോ പോസിറ്റിവിറ്റി, അറ്റോമിക് സൈസ് ഓർത്ത് വെക്കണം. ഇതൊക്കെ എന്താണ്? നമുക്ക് ഈ ഒരു രീതിയിലാണ് ട്രെൻഡ് വരുന്നത്. ഇനി നേരെ മറിച്ച് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ, നേരെ മറിച്ച് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നതും ഇലക്ട്രോ നെഗറ്റീവ് നേച്ചർ എന്നൊക്കെ പറയുന്നത് എന്താ? അത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിരിക്കും, നേരെ തിരിച്ച് വാങ്ങിച്ചെടുക്കാനായിട്ടുള്ള ടെൻഡൻസി ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഓർക്കണം, ഇതൊക്കെ നമ്മുടെ മെറ്റാലിക് ക്യാരക്ടറിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് മെറ്റാലിക് ക്യാരക്ടറും ഇലക്ട്രോ പോസിറ്റിവിറ്റി ഒക്കെ എങ്ങനെയായിരുന്നോ പീരീഡിലും ഗ്രൂപ്പിലും വരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ നേരെ തിരിഞ്ഞു വരുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഒന്നാണ് നമ്മുടെ നോൺ മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ അലോഹ സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, അലോഹ സ്വഭാവം അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ നമുക്ക് ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ? ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ താഴേക്ക് ഇൻക്രീസ് ചെയ്യെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്ന അലോഹ സ്വഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗ്രൂപ്പിൽ താഴേക്ക് ഡിക്രീസ് ചെയ്യും. നേരെ മറിച്ച് നമുക്ക് പീരീഡിലെ വലത്തേക്ക് പോകുന്നതിനനുസരിച്ച് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു വരും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിലും അയണൈസേഷൻ എനർജി ആണെന്നുണ്ടെങ്കിലും അയോണീകരണ ഊർജം, അതേപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എന്താണ്? നമുക്ക് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യും. നേരെ മറിച്ച് പീരീഡിൽ വലത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാം. ഓക്കെ, ആറ്റത്തിന്റെ സൈസ് വലത്തേക്ക് പോകുന്തോറും ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴേക്ക് വരുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഓർക്കണം, അറ്റോമിക് സൈസ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി, മെറ്റാലിക് ക്യാരക്ടർ ഗ്രൂപ്പിൽ താഴേക്ക് ഇൻക്രീസ് ചെയ്യും, നേരെ മറിച്ച് പീരീഡിൽ വലത്തേക്ക് ഡിക്രീസ് ചെയ്യും. ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്, അയണൈസേഷൻ എനർജി ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ശരി. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിവേഴ്സ് റിപ്പോ റേറ്റ്, താഴെ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റ്സിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ആദ്യം നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ബാങ്കുകളുടെ കയ്യിൽ
എക്സസ് ആയിട്ട് ലിക്വിഡിറ്റി ഉണ്ടാകാറുണ്ട് അല്ലെ. എക്സസ് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? ബാങ്കുകളുടെ കയ്യിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിലുണ്ട് മണി സപ്ലൈ, അതായത് ജനങ്ങളുടെ കയ്യിലും എക്കണോമി സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മണി സപ്ലൈ, പണത്തിന്റെ അളവിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ എക്സസ് ലിക്വിഡിറ്റി, ഒരുപാട് കാശുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾ അത് ജനങ്ങളുടെ കയ്യിൽ ലോണുകളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്കണോമിയിൽ ലിക്വിഡിറ്റി കൂടും, മണി സപ്ലൈ കൂടും, അത് ഇൻഫ്ലേഷന് കാരണമാകും അല്ലെ. അങ്ങനെ എക്സസ് ആയിട്ട് ബാങ്കുകളുടെ കയ്യിൽ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം, അങ്ങനെ നിർത്താൻ പാടില്ല. ആ ലിക്വിഡിറ്റി ആര് അബ്സോർബ് ചെയ്യും? RBI അബ്സോർബ് ചെയ്യും. എങ്ങനെയാ? ബാങ്കുകളുടെ കയ്യിൽ നിന്ന് RBI പൈസ കടം മേടിക്കുന്നു. അതിനുശേഷം RBI ബാങ്കുകൾക്ക് കൊളാട്രൽ ആയിട്ട്, ഈടായിട്ട് എന്ത് കൊടുക്കുന്നു? ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുക്കുന്നു. ഈ ഒരു സംവിധാനത്തിനാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. മീൻസ് അപ്പൊ റിവേഴ്സ് റിപ്പോ എന്ന് വെച്ചാൽ എന്താണ്? ബാങ്കുകളുടെ കയ്യിലുള്ള എക്സസ് ആയിട്ടുള്ള കാശ് RBI ഇങ്ങനെ കടമായിട്ട് മേടിക്കുന്നു. മേടിച്ചതിന് ശേഷം ബാങ്കുകൾക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റി ഈടായിട്ട് കൊടുക്കുന്നു. അത് കൊളാട്രൽ ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ, നമ്മൾ പൈസ തിരിച്ചു തരുമ്പോൾ നമുക്ക് എന്ത് തന്നാൽ മതി? ഗവൺമെന്റ് സെക്യൂരിറ്റി തിരിച്ചു തന്നാൽ മതി എന്ന് RBI ബാങ്കുകളോട് പറയുന്നു. ഇതിനാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ഇനി എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന RBI ബാങ്കുകളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു പലിശ നിരക്കും കൂടെ കൊടുക്കണമല്ലോ, പലിശയും കൂടെ കൊടുക്കണം. ആ പലിശ നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഈ ഒരു റിവേഴ്സ് റിപ്പോയും കൂടെ ചേർന്നാണ് നമ്മൾ LAF എന്ന് പറയുന്നത്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പറയുന്ന റിവേഴ്സ് റിപ്പോ ഉണ്ടല്ലോ, അത് ഈ പറയുന്ന RBI ഓവർ നൈറ്റിലത്തേക്ക് നടത്തും. ഓവർ നൈറ്റ് എന്ന് വെച്ചാൽ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക്. ഇന്ന് ബാങ്കുകളുടെ നിന്ന് കടം മേടിച്ച് നാളെ തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ എന്താണ്? ടേം ആയിട്ട് നടത്തും. ടേം എന്ന് വെച്ചാൽ ലോങ് ടേം, 14 ദിവസം 15 ദിവസം അങ്ങനെ ലോങ് ടേം 3 മാസം വരെയുള്ള ഒരു ടേം നിരക്കിൽ നടത്താറുണ്ട്. അപ്പോൾ ഓവർ നൈറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് RBI ബാങ്കുകളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കാറുണ്ട്. അല്ലെങ്കിൽ ടേം, ലോങ് ടേമിലത്തേക്കും കടം മേടിക്കാറുണ്ട്. ഓവർ നൈറ്റാണ് ഇങ്ങനെ കടം മേടിക്കുന്നെങ്കിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതേസമയം ടേം ആണെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഒരു ദിവസത്തേക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റിൽ RBI പൈസ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നെങ്കിൽ അത് ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ലോങ് ടേമിലത്തേക്കാണെങ്കിൽ, ലോങ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് 3 മാസം വരെ, ടേമിലാണെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇനി ഇവിടുത്തെ ചോദ്യത്തിലോട്ട് വന്നാൽ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആൻസർ കിട്ടും. ഇറ്റ്സ് എ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് at which RBI absorbs liquidity on an overnight basis from banks against collateral of eligible government security under LAF. LAF-ന് കീഴിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ഉപയോഗിച്ച് RBI ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യുന്ന ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓവർനൈറ്റിൽ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ. ശരിയല്ലേ? ഓവർനൈറ്റ് ആയതുകൊണ്ട് ഫിക്സഡ് ആയിരിക്കും. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി. ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് റിസർവ് ബാങ്ക് അബ്സോർബ് ലിക്വിഡിറ്റി ഓൺ ആൻ ഓവർനൈറ്റ് ബേസിസ്. തെറ്റല്ലേ? ഓവർനൈറ്റിലാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ എങ്കിൽ അത് ഫിക്സഡ് ആയിരിക്കും. അതേസമയം ഇവിടെ ഓവർനൈറ്റ് അല്ല, ടേം എന്നാണ് പറയുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ ഇവിടെ ഓവർനൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓവർനൈറ്റ് റിവേഴ്സ് റിപ്പോ ഫിക്സഡ് ആയിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, 2 തെറ്റ്. 3 എന്ന് പറയുന്നത് റീഡിസ്കൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ബാങ്ക് റേറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 4 പറയുന്നത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി, അതെന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്, തുറന്ന വിപണി പ്രവർത്തനം. ഇതും തെറ്റാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ A ആണ്. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓവർനൈറ്റ് ആണെങ്കിൽ, ടേം ആണെങ്കിൽ അതെന്താണ്? ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ അല്ലേ? ചോദ്യം ഇതാണ്, which of the following language is not an official language of United Nations Organization? അപ്പൊ നമ്മുടെ UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലാത്തതേത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ UN-ന് 6 ഒഫീഷ്യൽ ലാംഗ്വേജുകളാണുള്ളത് അല്ലെ. എത്ര ഒഫീഷ്യൽ ലാംഗ്വേജുകളുണ്ട്? 6 ഒഫീഷ്യൽ ലാംഗ്വേജുകൾ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഫ്രഞ്ച് UN-ന്റെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അറബിക് എന്ന് പറയുന്നത് UN-ന്റെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അടുത്തത് ചൈനീസ്. നമുക്കറിയാം ചൈനീസ് അഫ്കോഴ്സ് UN-ന്റെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ഉണ്ടോ? ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അതിനുശേഷം വരുന്നത് റഷ്യൻ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, UN-ന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇനി അടുത്തത് ലാസ്റ്റ് സ്പാനിഷ് ഓൾവേസ് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 6 ഒഫീഷ്യൽ ലാംഗ്വേജുകളാണ് UN-നുള്ളത്. ഫ്രഞ്ച് ഉണ്ട്, അറബിക് ഉണ്ട്, ചൈനീസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, റഷ്യൻ ഉണ്ട്, സ്പാനിഷ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചു വെക്കാനായിട്ട് ഫേസേഴ്സ് എന്ന് ഓർത്തിരുന്നാൽ മതി.
ഇപ്പൊ ഇന്ന് ലോകത്തിന്റെ ഒരു മുഖമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണല്ലോ, ഒരു അന്താരാഷ്ട്ര സംഘടനയാണല്ലോ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഔദ്യോഗിക ഭാഷകൾ അഥവാ ഒഫീഷ്യൽ ലാംഗ്വേജ് നിങ്ങൾ ഫേസേഴ്സ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഫേസസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രഞ്ച്, അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, റഷ്യൻ, സ്പാനിഷ്, ഈ 6 ഔദ്യോഗിക ഭാഷകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനിയും ചോദിക്കും. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, അറബിക് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്. അപ്പൊ നമുക്ക് ജർമ്മൻ എന്ന് പറയുന്നത് എന്തല്ല, യുഎന്നിന്റെ ഒരു ഔദ്യോഗിക ഭാഷ അല്ല. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നേരെ ആൻസറിലേക്ക്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ആൻസർ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ അറിയാമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്.